നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൂപ്പ, ആ ചേച്ചി എന്നെ തൊട്ടപ്പോ എനിക്ക് നല്ല സുഖം തോന്നി. സത്യാണോ മോളെ? മരുന്ന് കഴിച്ച് കഴിയുമ്പോ തോന്നുന്ന ഒരു സുഖമല്ലേ, ആ സുഖം. അമ്മേ ദേവി, എത്തി? സാറിനെ തന്നെ തിരക്കി വന്നതാണ്. എന്താ കാര്യം? കാര്യമൊക്കെ സാറിന് അറിയാവുന്നുള്ളത് തന്നെ. ഞാനിങ്ങനെ സാറിന്റെ കമ്പനിയുടെ ശമ്പളം പറ്റി ജീവിച്ചു പോണോ, വേറെ വല്ല ജോലിയും അന്വേഷിക്കണോ എന്ന് ഇന്ന് തീരുമാനമാണ്. മുരളിയേട്ടൻ വേറെ ജോലി അന്വേഷിക്കണമെന്ന് ഞാൻ പറയില്ല. അത് സാറ് പറയണ്ട, ശ്രീകല മേഡം പറഞ്ഞോളൂ. സാറേ, 2 കാര്യത്തിൽ ഇന്ന് തീരുമാനം വേണമെന്നാണ് മേഡം പറഞ്ഞിരിക്കുന്നത്. ഏതാ 2 കാര്യം? 1, മേഡം അയച്ചു തന്ന പണം സാറ് കൈപ്പറ്റണം. 2, ഹോട്ടലിലെ ജോലി വിടണം. 2 നടക്കുന്ന കാര്യമല്ലോ മുരളിയേട്ടാ. അയ്യോ സാർ, സാറിങ്ങനെ പറഞ്ഞാൽ ഞാൻ എവിടെ പോവും? ദേവുട്ടി, അത് ഒരു ചെറിയ പ്രശ്നം. അമ്മ അയച്ചു തന്ന പണം മുരളിയേട്ടന്റെ കയ്യിലുണ്ട്. ഞാനത് വാങ്ങിയില്ലെങ്കിൽ മുരളിയേട്ടന് പ്രശ്നം, വാങ്ങിയാൽ മാനസികമായിട്ട് എനിക്ക് പ്രശ്നം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത ഒരു സൊല്യൂഷൻ പറയാൻ പറ്റുമോ? കൊടുക്കാം. എനിക്ക് ആ പണം കൊണ്ട് പ്രത്യേകിച്ച് ഒരാവശ്യമില്ല. ആവശ്യമുള്ള ആളിന് കൊടുക്കാം. അത് ആർക്ക് കൊടുക്കണമെന്ന് ദൈവട്ട് തന്നെ പറഞ്ഞാൽ മതി. ആ കാരണവർക്കാണോ? ദേവിയെ നന്നായിട്ട് തൊഴുത്തു, പ്രാർത്ഥിച്ചു. ഇത് 50,000 ഉണ്ട് സാർ. 50,000 ഉണ്ട്. ഇത് കയ്യിൽ വെച്ചോളൂ. ദേവി തരുന്നതായി കണക്കാക്കിയാൽ മതി. മോനെ, എനിക്കൊന്നും വിശ്വസിക്കാനാകുന്നില്ല. വയ്യാതായ കുട്ടിയാ. അതിന്റെ ഒരാശ്വാസത്തിന് വേണ്ടി ദേവിയെ തൊഴാൻ വന്നു. അകത്തു വെച്ച് എന്റെ മോളാകാനുള്ള പ്രായമേ ഉള്ളൂ. ഒരു കുട്ടി വന്നു പറഞ്ഞു എല്ലാം ശരിയാകുമെന്ന്. ഇപ്പോ നിനക്ക് നല്ലതേ വരൂ മോനെ, നല്ലതേ വരൂ. ശരി മോളെ, വാ, അങ്കിളിനൊരു താങ്ക്സ് പറ. താങ്ക് യു. ഇപ്പോഴാണ് ആ പണത്തിനൊരു വില വന്നത്. അല്ല, എന്റെ പ്രശ്നം പകുതിക്കേ പരിഹാരമായുള്ളൂ. തൽക്കാലം ഇത് മതി. ഹോട്ടലിലെ കാര്യം നമുക്ക് ആലോചിക്കാം. അല്ല, സൗപർണിക എവിടെ പോയി? ഓ, ക്ഷേത്രത്തിൽ കാണും. ഒന്നും പറയാതെ ഇങ്ങ് പോന്നു. ദേവൂട്ടി പറഞ്ഞ പോലെ ഞാൻ അയാൾക്ക് പണം കൊടുത്തു. ദേവൂട്ടി ആർക്ക് പണം കൊടുക്കാൻ പറഞ്ഞു? ദാ ഇപ്പോ അമ്പലത്തിനടുത്ത് ദേവൂട്ടി പറഞ്ഞിട്ട് മുരളേട്ടന്റെ കയ്യിൽ പണം വാങ്ങി ഒരാൾക്ക് കൊടുത്തു. സന്ദീപേ, രാവിലെ അമ്പലത്തിൽ പൂ കൊടുത്തിട്ട് വന്നതിന് ശേഷം
ദേവൂട്ടി കട വിട്ട് പുറത്തു പോയിട്ടില്ല. പിന്നെങ്ങനെയാ അവിടെ അമ്പലമുറ്റത്ത് വന്ന് നിന്ന് പണം കൊടുക്കാൻ പറയുന്നത്?